ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരിയ ഒരു പുതുവർഷമാണ്. ഈ പുതുവർഷത്തിൽ ദൈവത്തിൻ്റെ ധാരാളം അനുഗ്രഹങ്ങൾ നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ കുടുംബത്തിൽ, ചുറ്റുപാടുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ്. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 2-ാം അധ്യായം 16-ാം തിരുവചനം. അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. ആട്ടിടയന്മാരെ കുറിച്ചാണ് പറയുക. ദൈവദൂതന്മാർ രാത്രിയിൽ അവരുടെ അടുത്ത് എത്തിയിട്ട് മംഗളവാർത്ത അറിയണത് നിങ്ങൾക്ക് ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. പാതിരാത്രിയിലാണ്. പക്ഷെ അവർ പരസ്പരം പറയാണ് നമുക്ക് പോയി ആ ശിശുവിനെ കാണാം. എന്നിട്ട് അവരുടെ അടുത്ത സ്റ്റെപ്പിനെ കുറിച്ചാണ് പറയുക. ആ രാത്രി തന്നെ അവർ അതിവേഗം എന്ന് പറഞ്ഞാൽ ഒത്തിരി താല്പര്യത്തോടും തിടുക്കത്തോടും കൂടി അവർ ഓടിയെന്ന് പറയുക. അതിവേഗം പോയിട്ട് ദൂതൻ എന്ത് കൽപ്പിച്ച് അതിന് പിന്നാലെ അവർ ഓടുക. എന്നിട്ട് അത് ദർശിക്കുകയാണ്. ഈശോയെ പുൽത്തൊട്ടി കിടക്കുന്ന കാണുന്നു, മാതാവിനെ കാണുന്നു, യോസേപ്പ് പിതാവിനെ കാണുന്നു. ദൈവം കൊടുത്ത വാഗ്ദാനത്തെ അവർ ദർശിക്കുക. ദൈവത്തിൻ്റെ ഒരു ദൂത് വന്നപ്പോൾ അവരുടെ ചുറ്റുപാടുകളെക്കുറിച്ചോ, രാത്രിയാണെന്നോ തണുപ്പാണെന്നോ അല്ലെങ്കിൽ തങ്ങളുടെ ആടുകൾ നഷ്ടപ്പെടുന്നു, ഇതൊന്നും ചിന്തിക്കാതെ ദൈവിക ദൂതിനനുസരിച്ച് അവർ വ്യാപരിക്കുകയാണ്. അവിടെയാണ് ക്രിസ്തുവിൻ്റെ ദർശനം അവർക്കുണ്ടാകുക. നിൻ്റെ ജീവിതത്തിൽ ദൈവിക ദൂതന് നീ വില കൊടുത്താൽ ക്രിസ്തു അനുഭവത്തിലേക്ക് അനുദിനം നീ വളരും. അത് അനുഭവിക്കാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോയെ, ഈ പുതുവർഷത്തിൽ വേണ്ടതായ എല്ലാ കൃപകളും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതൊരു അനുഗ്രഹത്തിൻ്റെ വർഷമാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ വർഷത്തിൽ നിന്റെ ദൂതുകൾക്ക് ജീവൻ കൊടുക്കുവാനായിട്ട്, അങ്ങനെ നിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഈ വ്യക്തിയെ നീ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണം. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിക്കുമ്പോൾ അപദാനം